ഹലോ എവരിവൺ, മിന്റ് പി എസ് സിയുടെ ഒരു പുതിയൊരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CDPO, ദാറ്റ് ഇസ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 2025 നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് CDPOന്റെ. മുന്നേ വർഷങ്ങളിൽ 2020-ലും 2022-ലും നോട്ടിഫിക്കേഷനുകളും എക്സാമുകളും നടന്നതാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഹോം സയൻസിലും സൈക്കോളജിയിലും സോഷ്യോളജിയിലും സോഷ്യൽ വർക്കിലും എല്ലാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർ കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ എക്സാമിന് പഠിച്ചു തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2020 വന്ന ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണിത്, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ദാറ്റ് ഇസ് 35,700 to 75,600 വരെയാണ് സാലറി സ്കെയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ ഒരു ഹോം സയൻസിലും സൈക്കോളജിയിലും സോഷ്യോളജിയിലും സോഷ്യൽ വർക്കിലുമെല്ലാം MSc ഉള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. അത് ഈ ഒരു മെയിൻ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. അപ്പൊ മുന്നേ 2020 വന്ന ഒരു നോട്ടിഫിക്കേഷനിൽ വേക്കൻസിയുടെ നമ്പർ 4 ആയിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ നടന്നിരുന്നു. അതിനുശേഷം 22 ഒരു സ്പെഷ്യൽ കാറ്റഗറി എക്സാം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് നടന്നിട്ടുണ്ടായി. അതും 2022 അപ്പൊ ഇനി എന്തായാലും 2025 ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഏജ് കാറ്റഗറി പറയുന്നത് 25 to 41 ആണ് മുന്നത്തെ നോട്ടിഫിക്കേഷനിൽ കാണുന്നത്. ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോം സയൻസിൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ICDS സൂപ്പർവൈസർ എക്സാമിനെ പല കാരണങ്ങളാൽ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കാത്തവർക്കും എല്ലാം നല്ല രീതിയിൽ പഠിക്കാനും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും പറ്റിയൊരു അവസരമാണിത്. ഓക്കെ, അപ്പൊ 2022 നോട്ടിഫിക്കേഷനും 2020 മുന്നേ നോട്ടിഫിക്കേഷൻസ് വന്നത്, എക്സാമുകളും നടന്നത്. അപ്പൊ ഇനി 2025 എന്തായാലും ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മുന്നത്തെ സിലബസ് വെച്ച് പറയുകയാണെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, ഹോം സയൻസ് ആൻഡ് സോഷ്യൽ വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിൽ സോഷ്യോളജി 25 മാർക്സിനും സൈക്കോളജി 25 മാർക്സ്, ഹോം സയൻസ് 25 മാർക്സ്, സോഷ്യൽ വർക്ക് 25 മാർക്സ്. ഇതായിരുന്നു മാർക്ക് ഡിവിഷൻ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക്. അപ്പൊ ഈ ഒരു ആർക്കായാലും അവർ ആ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള സബ്ജക്റ്റിനെ പറ്റി അഗാധമായ ഒരു ജ്ഞാനം ഉണ്ടായിരിക്കും. ബാക്കി സബ്ജക്ട്സ് അവർക്ക് പഠിച്ചാൽ മതിയാകും. അപ്പൊ ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 മാർക്സ് വീതമാണ് സിലബസിൽ വരുന്നത്. സോഷ്യോളജിയെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യോളജിയിൽ ഒരു 5 മോഡ്യൂൾ ആയിട്ടാണ് പോകുന്നത്. അതിൽ ആദ്യത്തെ മോഡ്യൂളിൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിയെ പറ്റി, രണ്ടാമത്തെ മോഡ്യൂളിൽ സോഷ്യോളജി ഇൻ ഇന്ത്യ, തേർഡ് മോഡ്യൂളിൽ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഫോർത്ത് മോഡ്യൂളിൽ സോഷ്യൽ പ്രോബ്ലംസ്. ഇതാണ് സോഷ്യോളജിയിൽ ഈ ഒരു 3 മോഡ്യൂൾസിൽ നിന്ന് മോഡ്യൂൾ 5 സോഷ്യൽ റിസർച്ച് ആൻഡ് മെത്തേഡ്സ്. 5 മോഡ്യൂളുകളിൽ നിന്ന് 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തതായിട്ട് സൈക്കോളജി പറയുകയാണെങ്കിൽ 25 മാർക്സിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, അടുത്തത് ബിഹേവിയറിനെ പറ്റി പലതരത്തിലുള്ള, അതുപോലെ സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, സൈക്കോളജിക്കൽ പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ, സോഷ്യൽ സൈക്കോളജി. അങ്ങനെ സൈക്കോളജിയും 25 മാർക്കിനാണ് ചോദിക്കുക. അടുത്തതായിട്ട് ഹോം സയൻസ് പറയുകയാണെങ്കിൽ അതും 25 മാർക്സിനാണ്. അതിൽ ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബേസിക് ഫുഡ് സയൻസ്. ഒരു 7 ടോപ്പിക്കുകളിൽ നിന്നാണ് സിലബസ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കാനും എളുപ്പമാണ്. കാരണം സിലബസ് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോഷ്യൽ വർക്കും അതുപോലെ തന്നെ 25 മാർക്സിനാണ്. സോഷ്യൽ വർക്ക്, വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ്, വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഇങ്ങനെയുള്ള 5 ടോപ്പിക്കുകളിൽ നിന്നാണ് 25 മാർക്കിന് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ PSC മാറിയതനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ഒക്കെ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിന്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം മുന്നേ ചോദിച്ച ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത്
അത് ചെയ്ത് ആ ഒരു പ്രാക്ടീസ് വരുത്തുക എന്നുള്ളതും റിവിഷൻ ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മിന്റ് PSCയെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. കൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും. സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. എക്സാം ഫോക്കസ്ഡ് സ്ട്രാറ്റജി ആയിരിക്കും. അതായത് വീക്ക്ലി എക്സാംസുകൾ ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും. ഈ എക്സാംസിൽ തന്നെ MCQs എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അതിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യും. കൂടാതെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ട്രെയിൻ ചെയ്യിക്കും. കാരണം ഇപ്പോഴുള്ള എക്സാംസിന് കൂടുതലായിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും അസേർഷൻ റീസണിങ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം MCQs പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് തറോ ആക്കിയതിനു ശേഷം മാത്രമായിരിക്കും എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വീക്ക്ലി എക്സാമുകൾ, അതുപോലെ അതിന്റെ റിവിഷൻ ചെയ്യുന്ന മന്ത്ലി എക്സാംസ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിവിഷൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഡെയിലി ആ ഒരു ക്ലാസ്സുകളുടെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ 200 hours ഉള്ള ഒരു ഓൺലൈൻ ലൈവ് സെഷൻസ് ആണ് CDPOയ്ക്ക് വേണ്ടി മിന്റ് PSC പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ അഡ്മിഷൻ വേണമെന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്